ദൃശ്യങ്ങളൊക്കെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം. എം വി ജയരാജൻ, പി കെ ശ്രീമതിക്കൊക്കെ ഒപ്പം കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം കടന്നപ്പള്ളി രാമചന്ദ്രനൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തുന്നത്. ആനി രാജ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നുള്ള എളമരം കരീമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എം വി ഷംസ്കുമാർ ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷി നേതാക്കളൊക്കെയും തന്നെ അദ്ദേഹത്തിനൊപ്പമുണ്ട്, എളമരം കരീമിനൊപ്പമുണ്ട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. കോട്ടയത്ത് തോമസ് ചാഴിക്കാടിന്റെ പത്രികാ സമർപ്പണത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെയും പത്രിക സമർപ്പിക്കുന്നു. ഞാൻ കമലിലേക്ക് കൂടി പോവുകയാണ്. കമൽ, ഇതാ നമ്മൾ കുറച്ചു മുൻപ് കാണുന്നതിന് അപ്പുറത്തേക്കുള്ള ആവേശം ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പ്രവർത്തകർ, ഒരുപാട് പ്രവർത്തകർ, ജനസാഗരം തന്നെ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ വരവിന് സാധിക്കുന്നുണ്ട് എന്നതാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ രാഹുലിന്റെ അഭിസംബോധന ഉണ്ടാകുമോ, എത്രത്തോളം ഈ മുതിർന്ന നേതാക്കളുടെ ഒക്കെ ഈ ഒരു പങ്കാളിത്തമൊക്കെ എത്രത്തോളം ശക്തമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനം തന്നെ ആക്കി മാറ്റാൻ കോൺഗ്രസിന് UDF സാധിക്കുന്നുണ്ട് രാഹുലിന്റെ ഈ ഒരു വരവ്? സംസ്ഥാനത്തെ മുഴുവൻ UDF നേതാക്കളും, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത മുതിർന്ന നേതാക്കൾ മുഴുവൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം റോഡ് ഷോയിൽ അണിനിരന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, VD സതീശനുണ്ട്, MM ഉണ്ട്. അങ്ങനെ നേതാക്കളുടെ വലിയൊരു നിരയുണ്ട്. അതോടൊപ്പം ആവേശത്തോടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ഷോയിൽ റാലിയിൽ പങ്കെടുക്കുന്നത്. വയനാട് UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഏറനാട്, വണ്ടൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ UDFന്റെയും മുസ്ലിം ലീഗിന്റെയും കോട്ടകളാണ്. അവിടെ നിന്നൊക്കെ പ്രവർത്തകർ ധാരാളമായി എത്തിയിട്ടുണ്ട്. 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകർ ആവേശത്തോടെ ഈ റാലിക്കായി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി മണ്ഡലത്തിൽ നടന്നിട്ടില്ല. ആദ്യത്തെ പരിപാടിയാണ് രാഹുലിന്റെ വരവോടുകൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനോടനുബന്ധിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് ഉള്ളത്. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക്, ടൗണിലേക്ക് കടക്കുകയാണ്. ഫുട്പാത്തിലും റോഡരികിലും കെട്ടിടങ്ങളുടെ മുകളിലുമൊക്കെ ആളുകൾ ആവേശത്തോടെ കാത്തു നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ. പാർട്ടി പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങളും ധാരാളമായി ഈ നടപ്പാതയിലൊക്കെ രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹം മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ വൈകുന്നേരം ആളുകളെ അഭിവാദ്യം ചെയ്ത കൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അതാണ് പ്രതീക്ഷിച്ചതിലും വൈകിയത് എന്നാണ് നേതാക്കൾ പറഞ്ഞത്. എന്തായാലും വലിയൊരു ആവേശം തന്നെയാണ്. UDF നേതാക്കൾ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലെയും പ്രചാരണത്തിന്റെ ഒരു മാസ് ലോഞ്ച് എന്ന രീതിയിലാണ് ഈ കൽപ്പറ്റയിലെ ശക്തി പ്രകടനത്തെ UDF കാണുന്നത്. ഇന്നത്തോടുകൂടി സംസ്ഥാനത്തുടനീളം UDFന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതിന്റെ ആവേശം തന്നെയാണ് കൽപ്പറ്റ നഗരത്തിൽ കാണുന്നത്. എന്തായാലും 2019 രാഹുൽ ഗാന്ധി എത്തിയതിന് സമാധാനമായി പാർട്ടി പ്രവർത്തകർക്ക് പുറമെ വലിയ രീതിയിൽ പൊതുജനങ്ങളും അദ്ദേഹത്തെ കാണാനായി വഴിയോരത്ത് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം UDFന്റെ ഏറ്റവും ആവേശകരമായ ഒരു ശക്തി പ്രകടനം തന്നെയാണ് കൽപ്പറ്റയിൽ കാണുന്നത്. ശക്തി അറിയിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനമായി തന്നെ മാറ്റുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ റോഡ് ഷോ എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം. അതേ ആ ഒരു ശക്തി കേരളമാകെയും എത്തിക്കുക എന്നുള്ള, അതായത് കഴിഞ്ഞ 2019 അതേ തരംഗം വീണ്ടും ആവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് UDF പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിനാൽ തന്നെ നമുക്ക് രാഹുലിനൊപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കളൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട്. ഏതായാലും പ്രവർത്തകരുടെ ആവേശത്തോടുകൂടി റോഡ് ഷോയോടുകൂടി രാഹുൽ റോഡ് ഷോയിൽ പോയി പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പ്രവർത്തകർ നിറഞ്ഞു കവിഞ്ഞ വയനാട്ടിലെ കൽപ്പറ്റയിലെ റോഡുകളാണ് നമ്മൾ ഈ കാണുന്നത്. കൽപ്പറ്റയുടെ റോഡാകെയും കോൺഗ്രസ് പ്രവർത്തകരാൽ, UDF പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആവേശത്തോടെ പ്രവർത്തകർ വരവേൽക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ.